കോൺഗ്രസ് എം പി ശശി തരൂർ ബി.ജെ.പിയിലേക്ക് നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. നരേന്ദ്രമോദി സ്തുതികൾ സ്ഥിരമായി അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നു. ഇന്നിപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത, വി.ഡി. സവർക്കറിൻ്റെ പേരിലുള്ള പുരസ്കാരം ശശി തരൂരിന് എന്നുള്ളതാണ്. സംഘപരിവാർ സംഘടനയായ HRDS ആണ് പ്രഥമ സവർക്കർ പുരസ്കാരം ശശി തരൂരിന് നൽകുന്നത്. അബ്ദുൾ റഷീദ് ചേരുകയാണ്. റഷീദ്, വി.ഡി. സവർക്കറുടെ പേരിലുള്ള അവാർഡ് ശശി തരൂരിന്, ഇത് സംബന്ധിച്ച് എന്താണ് വിശദാംശങ്ങൾ? ശശി തരൂർ ഈ അവാർഡ് സ്വീകരിക്കുമോ തിരസ്കരിക്കുമോ? എന്തെങ്കിലും വിവരങ്ങൾ? ഷമ്മി, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള ശശി തരൂർ MP നേരത്തെ തന്നെ നിരവധി വിവാദ പ്രസ്താവനകളിൽ തന്റെ പാർട്ടിയെയും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തെയും ഒന്നടങ്കം വെട്ടിലാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും പാർട്ടിക്കകത്തെ ആഭ്യന്തര പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ കുടുംബവാഴ്ച അടക്കം ഉയർത്തിക്കാട്ടി പല പ്രശ്നങ്ങൾ പാർട്ടിക്കകത്ത് സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അപ്പോഴൊക്കെ തന്നെയും പാർട്ടി കൃത്യമായിട്ടുള്ള ഒരു നിലപാടെടുക്കാതെ മൗനം പാലിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്ന് പുറത്തു വരുന്നത്. ഇതിൽ നിർണായകമാകുന്നത് വീർ സവർക്കറുടെ, അതായത് RSSന്റെയും BJPയുടെ ഒക്കെ തന്നെയും തീവ്ര ഹിന്ദുത്വ നേതാവ് എന്നറിയപ്പെടുന്ന വീർ സവർക്കറിന്റെ പേരിലുള്ള പ്രഥമ അവാർഡാണ് ഇന്ന് ശശി തരൂർ കൈമാറാൻ പോകുന്നത്, അല്ലെങ്കിൽ കൈപ്പറ്റാൻ പോകുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൽ നിന്നും അദ്ദേഹം വൈകിട്ട് 3 മണിയോട് കൂടി ഈ അവാർഡ് കൈപ്പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഏതായാലും വലിയ RSSന്റെ തന്നെ സന്നദ്ധ സംഘടനയായിട്ടുള്ള HRDSന്റെ ഇന്ത്യ വീർ സവർക്കർ പ്രഥമ അവാർഡാണ് ശശി തരൂരിന് കൈമാറുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ശശി തരൂർ ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ RHRD അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത് കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തെയും ഏറെ വെട്ടിലാക്കുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ് എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും തീവ്ര ഹിന്ദുത്വ സംഘടനയായും അതോടൊപ്പം തന്നെ ഗാന്ധി വധത്തിൽ പ്രതി ചേർക്കപ്പെടുകയും ചെയ്തിട്ടുള്ള, സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുക്കുകയും ചെയ്തിട്ടുള്ള, ഇത്തരത്തിൽ വലിയ വിഭാഗീയതയും വർഗീയതയും അടക്കം ചൊരിഞ്ഞിട്ടുള്ള ഒരാളുടെ പേരുള്ള അവാർഡാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ പ്രഥമ ഉന്നതനായിട്ടുള്ള ഒരു MP കൂടി ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നത് എന്നുള്ളതും ഏറെ വിമർശനത്തിന് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ വിവിധ നേതാക്കൾ ഇതിനോടകം പല പ്രതികരണങ്ങളും നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുടുംബവാഴ്ചയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങളിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് കർശന നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ശശി തരൂരിനെ പാർട്ടിയിൽ നിന്നടക്കം പുറത്താക്കണം എന്നുള്ള കാര്യങ്ങൾ ചില നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ചില MP-മാരുടെ പിന്തുണയോട് കൂടിയാണ് ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ ശശി തരൂർ തുടരുന്നത് എന്ന ചില കാര്യങ്ങൾ കൂടി പുറത്തു വരികയാണ്. എന്തായാലും നിരവധി നേതാക്കൾ ഇതിനോടകം തന്നെ കടുത്ത ആരോപണമായി ഉയർത്തി വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ട് 3 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു അവാർഡ് ദാനം ഉണ്ടാവുക. ശശി തരൂരിന് പുറമെ മറ്റു 5 പേർ കൂടി അവാർഡ് ഏറ്റുവാങ്ങുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം കേന്ദ്ര സർക്കാരിനെ നിരവധി സമയങ്ങളിലൊക്കെ തന്നെയും പുകഴ്ത്തുകയും അതോടൊപ്പം കേന്ദ്ര നിലപാടുകളോട് ഒരു ചായ്വ് കാണിക്കുകയും ശശി തരൂർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായാണ് ഇത്തരത്തിലൊരു അവാർഡിന് ശശി തരൂരിനെ പരിഗണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ HRDSന്റെ ഈ പ്രഖ്യാപനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൊതുസേവനം, ദേശീയ സ്വാധീനം, അതോടൊപ്പം തന്നെ സാമൂഹിക പുരോഗതിയും തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ശശി തരൂരിന്റെ ഒരു പ്രവർത്തന മികവിനെ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു അവാർഡ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ വീർ സവർക്കർ എന്ന് ഉള്ളത് സവർക്കർ സ്വയം ഇട്ട പേരാണ്. ഈ വീർ, അദ്ദേഹത്തിന്റെ പേര് വി.ഡി. സവർക്കർ എന്നുള്ളതാണ്, വിനായക ദാമോദർ സവർക്കർ എന്നുള്ളതാണ്. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം ഈ വീർ സ്വയം ചേർത്ത് പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടമായിരുന്നു. ഇപ്പോൾ ശശി തരൂരിനെ സംബന്ധിച്ച് ശശി തരൂർ എത്രയോ തവണ അതിശക്തമായ വിമർശനം ഉയർത്തിയിട്ടുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ, അവരുടെ RSSന്റെ മുഖം എന്ന് പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ പേരിലുള്ള അവാർഡ് അദ്ദേഹം സ്വീകരിക്കുകയാണ്. എത്ര ദയനീയമായ ഒരു അവസ്ഥയിലേക്കാണ് കോൺഗ്രസിൻ്റെ ഒരു ദേശീയ മുഖം പോകുന്നത് എന്ന്.
ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത് പതിവുള്ള ഒരു കാര്യമാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു പ്രമുഖനായ ഒരു നേതാവ് ഈ ഒരു അവസ്ഥയിലേക്ക് പോയി വീഴുന്ന ഒരു ദയനീയമായ ഒരു സാഹചര്യം. അദ്ദേഹം പലകുറി നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചു, പല വഴികളിലൂടെ അദ്ദേഹം പോകുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന് അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഇതാ VD സവർക്കറുടെ പേരിൽ ഒരുപക്ഷെ ഗാന്ധിവധത്തിൽ പ്രതി ചേർക്കപ്പെട്ട തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടപ്പെട്ട ഒരു വ്യക്തി, ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് പല കമ്മീഷൻ റിപ്പോർട്ടുകളിലടക്കം പറഞ്ഞ ഒരാളുടെ പേരിലുള്ള അവാർഡ് അദ്ദേഹം ഏറ്റുവാങ്ങാൻ പോവുകയാണ്. റഷീദ്, അത് തന്നെയാണ് ഏറെ നിർണായകമായിട്ട് നിലനിൽക്കുന്നത്. നേരത്തെ തന്നെ മോദി സ്തുതിയിലും അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ഇത്തരത്തിൽ പുകഴ്ത്തുകയും ചെയ്തിട്ടുള്ളത് കോൺഗ്രസിനെ വലിയ വെട്ടിലാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിയെയും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തെ ഒന്നടങ്കം അവഹേളിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാട് ഇപ്പോൾ ശശി തരൂരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഈ അവാർഡ് സ്വീകരിക്കാൻ ശശി തരൂർ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ.